What's up, football fans? Welcome back to Football is Life, the big clash. നാവില് വന്ന പേര് മാറിപ്പോയി. സിറ്റി വേഴ്സസ് ആർസണൽ, ഏകദേശം ഒരു ടൈറ്റിൽ ക്ലാഷ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ടു ടീംസ് ഗോയിങ് ഹെഡ് ഓൺ വിത്ത് ഈച്ച് അതർ. ഗുരു ശിഷ്യനെതിരെ, ആൻഡ് പഴയ ശിഷ്യനല്ല ഇപ്പോഴത്തെ ശിഷ്യൻ, അംഗമുറകളൊക്കെ പഠിച്ച് തന്റെ ഗുരുവിന്റെ അത്രത്തോളം തന്നെ നിലയിൽ എത്തിയിരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പ്ലെയറും കൂടെ തന്നെയാണ്. ഹി ഹാസ് done a fantastic turnaround at Arsenal ടീമിനെ വെച്ചിട്ട്. മാസീവ് ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ ടൈറ്റിൽ ക്ലോസ് റേസ് എന്ന് മാത്രമല്ല, ഒരു ഹ്യൂജ് സൈക്കോളജിക്കൽ ബൂസ്റ്റും കൂടെ തന്നെയായിരിക്കും മൊത്തം ആർസണൽ ഫാൻസിനും ആർസണൽ പ്ലേയേഴ്സിനും വേണ്ടിയിട്ട് തന്നെ. കാരണം സിറ്റിനെ തോപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു മാസീവ് അഡ്വാൻറ്റേജ്. വി ഹാവ് an interesting clash of battles, clash of titles. ടാക്ടിക്സ് ഏകദേശം രണ്ടുപേരും ഉപയോഗിക്കുന്ന ശൈലികൾ, പ്ലെയർ പേഴ്സണാലിറ്റി മാത്രം അവിടെ ഇവിടെ മാറുന്നു എന്നുള്ളതല്ലാണ്ട് പിന്നെ ഒരുപാട് സെറ്റ് പീസസ് നിന്ന് ഇപ്പൊ ആർസണൽ ഒരുപാട് ഗോൾ അടിക്കുന്നു. സിറ്റി വിൽ ബി അവെയർ ഓഫ് ഇറ്റ്. അപ്പൊ അങ്ങനെ ഒരുപാട് എന്താ പറയണേ, ബാക്ക് ആൻഡ് ഫോർത്ത് വിൽ ബി പ്രെറ്റി ഇൻട്രസ്റ്റിംഗ് ബാറ്റിൽ. സിറ്റിയെ സംബന്ധിച്ച് ജോൺ സ്റ്റോൺസ് ആൻഡ് കൈൽ വാക്കർ രണ്ടുപേരും അവൈലബിൾ അല്ല. ദേ ആർ കൺഫേംഡ് നോട്ട് പ്ലേയിങ് അല്ലെങ്കിൽ ഫോർ ദി ആർസണൽ മാച്ച്. വാൾക്കർ പ്രത്യേകിച്ച് മറ്റേ വിനീഷ്യസ് ജൂനിയറിനെ ഇംഗ്ലണ്ടിന് വേണ്ടി ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഹാംസ്ട്രിംഗ് പുൾ ഉണ്ടായി. ജോൺ സ്റ്റോൺസ് ഇതുപോലെ തന്നെ ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ നോക്ക് കിട്ടി എന്നുള്ളതാണ്. നേരെ മറിച്ച് എഡേഴ്സൺ ബാക്ക് ഇൻ ട്രെയിനിങ്, കെവിൻ ഡിബ്രോയിനർ ബാക്ക് ഇൻ ട്രെയിനിങ്, അക്കാഞ്ചി ബാക്ക് ഇൻ ട്രെയിനിങ്, കണ്ടൻഷൻ ഫോർ പിക്കിംഗ്. അപ്പൊ ഇവരൊക്കെ പിക്ക് ചെയ്യപ്പെടുവോ ഇല്ലയോ, അല്ലെങ്കിൽ ഫസ്റ്റ് ടീമിൽ സ്റ്റാർട്ട് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കളി വരുമ്പോഴേ, ലൈനപ്പ് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആർസണൽ താങ്ക്ഫുള്ളി അവരുടെ മെയിൻ സ്ക്വാഡ് സ്റ്റിൽ ഇൻടാക്ട്. അപ്പൊ അതുകൊണ്ട് വലിയ വറിയൊന്നുമില്ല. ഇതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്ലേയേഴ്സും അവൈലബിൾ ആണ് ആർട്ടറ്റയെ സംബന്ധിച്ച്. സോ ദാറ്റ് ഈസ് പ്രിറ്റി ഗുഡ് ന്യൂസ് ഫോർ ആർസണൽ. ഇൻട്രസ്റ്റിംഗ് ടാക്ടിക്കൽ ബാറ്റിൽ. രണ്ടുപേരും കളിക്കുന്നത് ഒരു 4-3-3 ഫോർമേഷൻ. അഫ്കോഴ്സ് അതിന്റെ ചെറിയ ട്വീക്സും കാര്യങ്ങളും ഉണ്ട്. ആർസണലിനെ സംബന്ധിച്ച് നമ്പർ 9 ഇസ് ഓൾവേസ് എ ക്വസ്റ്റ്യൻ. കായ് ഹാവർട്സ് കുറച്ച് കളികളായിട്ട് അവിടെ കളിക്കുന്നു. ഹി ബ്രിങ്സ് എ ഡിഫറെന്റ് എലമെന്റ് ഇൻ ടു ദ ഗെയിം. ഓഡെഗാർഡ്, യു ഹാവ് മാർട്ടിനെല്ലി, യു ഹാവ് സാക്ക. പിന്നെ ഡെക്ലൻ റൈസിന്റെ ഫോം ഹാസ് ബീൻ ബ്രില്യന്റ്. അപ്പൊ ഡെക്ലൻ റൈസിന്റെ അവൈലബിലിറ്റി ബിഗ് ഗെയിംസിൽ തീർച്ചയായിട്ടും ജോർഗിനിനെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ലൊരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എന്താ പറയുക, ഡിഫൻസ് ഇസ് പ്രിറ്റി സെറ്റ് ഔട്ട്. So, well-settled team ആർസണലിനെ സംബന്ധിച്ച് will be an interesting contest. Very closely contested game ആവുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഒരു പക്ഷെ ഞാനൊരു പ്രീ മാച്ച് അല്ലെങ്കിൽ ഒരു മാച്ച് പ്രിവ്യൂ എന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഞാൻ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ്. നോക്കാം, നമുക്ക് കണ്ടറിയാം. ഇനിയിപ്പോൾ മാച്ച് ഫുള്ള് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു പോസ്റ്റ് മാച്ച് ഡിസ്കഷൻ പോലെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചാനലിൽ വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ബിഗ് മാച്ച്, ബിഗ് ഗെയിം. ആൻഡ് ഒരു കാര്യം സത്യം പറഞ്ഞാൽ ക്രെഡിറ്റ് ടു ആർട്ടറ്റ. കാരണം സിറ്റി വേഴ്സസ് ആർസണൽ ഒരു ബിഗ് മാച്ച്, ബിഗ് ഗെയിം ആക്കി മാറ്റിയെടുത്തത് ശരിക്കും പറഞ്ഞാൽ ആർട്ടറ്റയുടെ കഴിഞ്ഞ 2 സീസണിലെ ആർസണലിന്റെ പെർഫോമൻസ് തന്നെയാണ്. അപ്പൊ എല്ലാവരും അത് ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കുകയാണ്. ആ സിറ്റി ലിവർപൂൾ, അല്ലെങ്കിൽ ആർസണൽ സിറ്റി, അല്ലെങ്കിൽ ആർസണൽ ലിവർപൂൾ ഒക്കെ ശരിക്കും പറഞ്ഞാൽ എവറിബഡി ഈസ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ലൈക്ക് എന്താ പറയുക, ടോപ്പ് ടീംസ് ഫൈറ്റിംഗ് ഫോർ ഈച്ച് അതർ. ഇനി ചെൽസിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഒക്കെ എപ്പോഴൊക്കെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇനി കാണും, ആർക്കറിയാം. ഡു ലെറ്റ് മീ നോ ഗൈസ്, നിങ്ങളുടെ തോട്ട്സ്. Is it Arsenal or is it City? In the comment section. Thank you so much for watching. Signing off, SK from Football is Live.